നീ കണ്ടില്ല എന്ന് പറഞ്ഞ ആ എസ്റ്റേറ്റ് ഇല്ലേ, അത് നോക്കിയേ, ആ കുന്ന് കണ്ടു, അവിടം തൊട്ട് തുടങ്ങി ആ പുഴയുടെ അതുവരെ. പിന്നെ ആ വെള്ളച്ചാല് കണ്ടു, ആ അവിടെ നിന്ന് അങ്ങോട്ട് ആ കുന്നിനപ്പുറം വരെ. പിന്നെ വാ, ഇത് കൊറേ ഉണ്ടല്ലോ. ആ പള്ളി കണ്ടു, അവിടെ നിന്ന് അങ്ങോട്ട്. ഒക്കെയും നിനക്ക് ആനന്ദിക്കാൻ വേണ്ടി ഈ അച്ചായം വെട്ടിപ്പിടിച്ച സാമ്രാജ്യമല്ലേടി എന്റെ മഹാറാണി. പിന്നെ പിന്നെ ഞാൻ വന്നേ പിന്നല്ലേ ഈ ചക്രവർത്തി കേസൊക്കെ ജയിക്കാൻ തുടങ്ങിയത്. അതങ്ങനെയാ. എല്ലാ വലിയ പാപ്പം പറയുമായിരുന്നു, അറവീടന്മാർക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതേ പെണ്ണുങ്ങളുടെ കാലിടയിൽ നിന്ന്. നമുക്ക് അങ്ങോട്ട് ആനന്ദിക്കാടി. എന്നാ എനിക്കും കൂടി ഇച്ചിരി താ. അത് പറ്റില്ല. അതെന്നാന്നറിയോ, എൻ്റെ അനിയൻ അമേരിക്കയുള്ള നാറ് ജോഡി നിനക്കറിയില്ലേ? അവൻ വിലോയെ കെട്ടിക്കൊണ്ടുവന്ന പുതുമോടിക്ക് ഒരു ദിവസം 2 പെഗ് അവ കൊഴിച്ചു കൊടുത്തു. 2 4 4 8 പിന്നെ കണക്കില്ലാതായി. കൊടുക്കാം, അവൾ അവൻ്റെ കീഴ്താപ്പി ചവിട്ടി കലക്കി കളഞ്ഞു. അതിനൊന്നുമില്ല, അറവീട്ടിലെ പെണ്ണുങ്ങൾക്ക് വെള്ളവടി വേണ്ടെന്നൊന്ന് തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? ഞങ്ങൾ അറവീട്ടിലെ ആണുങ്ങളങ്ങ് തീരുമാനിച്ചു. പിന്നെ നിന്റെ പരമാനന്ദം അത് ഞാനല്ലേ. ഒരു പരമാനന്ദം നിങ്ങക്ക് എങ്ങനെ ഉണ്ടാക്കാനല്ല അറിയൂ. ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എടാ ജിൻസെ കേറിയടാ, വാടാ. ആ ഡോറെ പിടി പിടി, ചേട്ടനൊന്നും ഇങ്ങ് മാറി. ജിൻസെ കേറ്. അതെ, ബുദ്ധിമുട്ടായോ? ഒരു കുഴപ്പമില്ല, അവര് നോക്കിക്കോളൂ. എടുത്തോടാ. നീ ഇങ്ങോട്ട് വാടാ. നീ ഇങ്ങ് വന്നിട്ടേ, നീ ഇങ്ങോട്ട് വന്നു. സോറി, ശ്രദ്ധിച്ച്. ലെഫ്റ്റിലേക്ക്. ലെഫ്റ്റ് ആ തല തല ആദ്യം തിരിയട്ടെ. ആ ഓക്കെ. തട്ടല്ലേ മുട്ടല്ലേ. ഒരുമിച്ചേ. 1 2 3 വാ. ഒന്ന് പയ്യെ വെക്കടാവേ, ഒരു മനുഷ്യരല്ലേ. ചേച്ചി ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും. വാടാ പിള്ളേരെ. പൊക്കോട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ.
അങ്ങനെ ചെയ്യും തോന്നുന്നു ബേബി. എന്റെ കരണം പൊട്ടി മുളകേ. ബൈ, ഗുഡ് നൈറ്റ്. ഇനി ഷോ നാളെ. എന്താ എന്തോ ഒരു അനക്കം പോലെ. അനക്കോ? എവിടെ? കൈക്കേ പണ്ടത്തെ കൈവിശേടി എന്നതായിരുന്നു? നിങ്ങൾ അതും ഇതും പറയാതെ അങ്ങോട്ട് പിടിച്ചേ. ഇവിടെ അല്ല, കാല് പിടിക്ക്. ആ പിടിച്ചോ. ആ എന്നാ പൊക്ക്. പൊക്ക്. പിടിച്ചോ ചേച്ചി. അയ്യോ വിടരുത് ചേച്ചി. എന്തൊരു പാടാ ഇത്. മടുത്തു. ഒന്ന് കുഴഞ്ഞാ പിന്നെ മനുഷ്യന് 4 ഇരട്ടി ഭാരം വന്ന. പിടിക്ക ചേച്ചി. കഴുത്ത് നമ്മളെ കൊണ്ട് മാത്രം കൂട്ടിയോ കൂടും തോന്നണില്ല മോളെ. ആളുങ്ങൾ ആരെങ്കിലും വേണം. ഞാനും അത് തന്നെ ആലോചിക്കണം ചേച്ചി. പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഒന്ന് നോക്കട്ടെ. ആ മനുഷ്യൻ ഇത്തിരി ശ്വാസം എടുത്തോട്ടെ, കേറ്റിയിരുത്താം. തന്നോട് മിണ്ടരുന്നല്ലേ പറഞ്ഞത്. ഇവിടെ ആരുമില്ലേ? ആരാ? ആ ചേച്ചി, ഞാൻ ജോബിഷ് പറഞ്ഞിട്ട് വന്നാ. ആ എനിക്കറിയാന്നേ. ബെൽത്താസർ അല്ലേ? വല്ലെന്ന് തന്നെ വിളിക്കുന്നത്. ബെല്ലെന്ന് പറഞ്ഞാ നമ്മുടെ മണി. അങ്ങനെ വിളിക്കുന്നവരും ഉണ്ട്. ആ വാ. അവനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ ഇതാണ് സെലേന കൊച്ചി. അച്ഛൻ്റെ കൂട്ടൊന്നുമല്ല. ഈ കൊച്ചിന് ശമ്പളം തരുന്നതിന് ഒരു പിശുക്കൂല്ല. മോളെ ഇതാ നമ്മൾ വിളിച്ച പയ്യൻ വന്നിട്ടുണ്ട്. ഓ ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ബെൽത്താസർ. സലേന. എന്നാ പിന്നെ അച്ഛൻ്റെ മുറിയിലോട്ട്. ആ വരും. ഓ വൻ സെറ്റപ്പ് ആണല്ലോ. പിന്നല്ലാതെ. ഇതാണ് എൽദോ ജയൻ. മാഡം, എനിക്ക് അച്ഛൻ്റെ ഡിസ്ചാർജ് സമ്മറി ഒന്ന് കാണാൻ പറ്റുമോ? ആ പിന്നെന്താ. താങ്ക് യു. ഇവിടെ ഒരു സെക്കൻഡ് ഒന്നെങ്കിൽ വന്നേ. ഒരു 1 മിനിറ്റ്. സകല പ്രശ്നമുണ്ടല്ലോ. ഹാർട്ടിനൊക്കെ കുഴപ്പമുണ്ടല്ലേ? ഉണ്ടല്ലോ.
അതുകൊണ്ടല്ലേ ട്രെയിൻഡ് ആയിട്ട് ഒരാളെ വെച്ചത്. ശരിയാ. നല്ല ശ്രദ്ധ ഉണ്ടാവണം. ആ അതൊക്കെ അതുണ്ടാവും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ലില്ല, സെറ്റപ്പ് ഒക്കെ ഉഗ്രനാ, ഞാൻ പറഞ്ഞാണല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷമായിട്ട് തുടങ്ങിക്കോ. ശരി, താങ്ക് യു മാഡം. നോക്കിയും കണ്ടൊക്കെ നിക്കണേ മക്കളെ, അറവീടന്മാരാ. അച്ഛാ, അപ്പൊ ഇനി നമ്മൾ തമ്മിലാ കമ്പനി. എൻ്റെ പേര് ബൽത്താസർ. എന്നെ കൊണ്ട് അച്ചായനെ എത്ര സൂചിപ്പിക്കാൻ പറ്റുമോ അത്ര ഞാൻ സൂചിപ്പിച്ചിരിക്കും. ആദ്യമേ അച്ഛൻ മിന്നുക്കി മിടുക്കം മുട്ടപ്പനാക്കും. അത് കഴിഞ്ഞാൽ ചെറിയ ചൂടുള്ള വെള്ളത്തിലൊരു കുളി, പിന്നെ ഭക്ഷണം കഴിക്കും നമ്മൾ, പിന്നെ അങ്ങോട്ടൊരൊറ്റ ഉറക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ ഓക്കെ, ഞാൻ എന്താ വരുന്നത്? എങ്ങനെയുണ്ട് ചേ? ഷേവ് കൊള്ളാവോ? ഓക്കെ, അത് കണ്ടാൽ മതി എനിക്ക്.